പ്രധാന അധ്യാപകനെതിരെ വിദ്യാർത്ഥി കൊലവിളി നടത്തിയ സംഭവത്തിൽ പാലക്കാട് ആനക്കര സ്കൂളിൽ അടിയന്തര PTA യോഗം +1 വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്തിരുന്നു. സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് മന്ത്രി ശിവൻകുട്ടി നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പ്രസാദ് കുമാർ ചേരുന്നുണ്ട്. പ്രസാദ്, സമൂഹത്തേക്ക് വളരെ ഞെട്ടലുളവാക്കിയ ഒരു സംഭവമായിരുന്നു ഇന്നലത്തെ ആ ദൃശ്യ ശബ്ദ ശകലങ്ങൾ പുറത്തേക്ക് വന്നത്. അപ്പോൾ ഈ വിദ്യാർത്ഥി മാപ്പ് പറഞ്ഞു എന്ന് പറയുന്നു, ഇനി ആവർത്തിക്കില്ല എന്നൊക്കെ പറയുന്നു. അത് മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ? സസ്പെൻഷനിലാണ് ഇപ്പോൾ വിദ്യാർത്ഥി ഉള്ളത്. മറ്റൊരു കാര്യം, അധ്യാപകർ ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് അത് സമൂഹമാധ്യമങ്ങളിലൂടെ അടക്കം പ്രചരിച്ചതുമായി ബന്ധപ്പെട്ടും കടുത്ത വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. വിഷയം എങ്ങനെയാണ് ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രസാദ്? പ്രതീക്ഷയും നമ്മളിപ്പോൾ ആനക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണുള്ളത്. 2 മണിക്ക് തന്നെ PTA മീറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട്. +1 ഈ ക്ലാസ്സിലെ രക്ഷിതാക്കളും അതുപോലെ തന്നെ അധ്യാപകരുമാണ് ഇപ്പോൾ യോഗത്തിൽ പങ്കെടുക്കുന്നത്. പ്രിൻസിപ്പാളുണ്ട്. പക്ഷേ ആദ്യം മാധ്യമങ്ങളോട് സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഈ വിഷയത്തെ ഇനി ചർച്ചയാക്കാനില്ല, കുട്ടിയുടെ ഭാവി ആലോചിച്ചിട്ട് ഇനി അത്തരം വിഷയങ്ങൾ അവസാനിപ്പിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. യോഗത്തിന് ശേഷം PTA ആരെങ്കിലും നമ്മളോട് ഒരു വിശദീകരണം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ പ്രതീക്ഷിച്ച് പറഞ്ഞപ്പോൾ തന്നെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ കുട്ടി മാപ്പ് പറഞ്ഞു. ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയ ശേഷം അധ്യാപകരെയും രക്ഷിതാവിനെയും അതുപോലെ തന്നെ ഈ കുട്ടിയെയും വിളിച്ച് സംസാരിച്ചു. അപ്പോൾ ഈ കുട്ടി മാപ്പ് പറയാൻ തയ്യാറാണ്, സോറി പറഞ്ഞു. അധ്യാപകൻ പെട്ടെന്ന് ഫോൺ പിടിച്ചു വെച്ചപ്പോൾ ഉണ്ടായ ദേഷ്യത്തിൽ താൻ അങ്ങനെ പറഞ്ഞതാണ് എന്ന് കുട്ടി പറയുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിയെ തൽക്കാലം മാറ്റി നിർത്തിയത്, അവർ സസ്പെൻഷൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിയിരുന്നു. അത് വീണ്ടും ക്ലാസ്സിലേക്ക് കൊണ്ടുവരാനുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സിലേക്ക് വരുന്നതിന് അപ്പുറത്തേക്ക് കുട്ടിക്ക് ചികിത്സ നൽകാനുള്ളൊരു തീരുമാനം കൂടെ രക്ഷിതാക്കളും അതുപോലെ തന്നെ ഈ അധ്യാപകരും കൂടി ചേർന്ന് നിർത്തുന്ന. കുട്ടിക്ക് മുൻപും മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമ്മൾ ഈ സ്കൂളിലെത്തിയപ്പോൾ അധ്യാപകരിൽ പലരും പറയുന്നു. അതുകൊണ്ട് തന്നെ അപ്പോൾ ആ കുട്ടിക്ക് ചികിത്സ നൽകാൻ ബന്ധപ്പെട്ട് ഇനി കുട്ടിയെ കൂടുതൽ മാനസിക സമ്മർദ്ദത്തിലാക്കാതിരിക്കാനാണ് ഇനി ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതെന്നുള്ള ഒരു തീരുമാനം എന്നാണ് ഇപ്പോൾ നേരത്തെ അധ്യാപകർ പറഞ്ഞത്. ഇപ്പോൾ ഈ യോഗത്തിന് ശേഷം എന്ത് തീരുമാനിക്കും എന്നുള്ളത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമാകും. മറ്റൊന്ന്, മന്ത്രി ശിവൻകുട്ടിയും അതുപോലെ തന്നെ നേരത്തെ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റും ഈ വിഷയം എങ്ങനെ ഈ വീഡിയോ ചോർന്നു അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലേക്ക് എത്തി എന്ന വിഷയത്തിൽ ഒരു റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു. അത് അധ്യാപകർക്ക് പ്രതിസന്ധി ഉണ്ടായിരുന്നു. കാരണം അധ്യാപകരുടെ ഫോണിലാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തത്. ഇപ്പോൾ അധ്യാപകർ പറയുന്ന കാര്യം, ഈ വീഡിയോ കുട്ടിയുടെ ഉമ്മയ്ക്ക് അയച്ചു കൊടുത്തിരുന്നു. അത് ഈ കുട്ടിയാണ് കൈകാര്യം ചെയ്ത് കുട്ടി ഹീറോയിസം കാണിക്കാൻ വേണ്ടി മറ്റുള്ള സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തു. അവർ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു. ശരി പ്രസാദ്, എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഈ കാര്യത്തിൽ എന്തായാലും തുടർ നീക്കങ്ങൾ എന്തായിരിക്കും. ഒരു കാര്യമേ നമ്മൾ പറയുന്നുള്ളൂ, കാരണം നല്ല പാഠങ്ങൾ ഉച്ചരിക്കപ്പെടേണ്ട നാവിൽ നിന്നാണ് ഇത്തരത്തിലുള്ള കൊലവിളി ഉയരുന്നത്. അത് നമ്മുടെ സമൂഹത്തിന് ഭൂഷണമാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം നമ്മയൊക്കെ അത്ഭുതപ്പെടുത്തിയതാണ് നമ്മളെല്ലാം ഈ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് വരുന്ന ആളുകളാണല്ലോ. അപ്പോൾ തീർച്ചയായും ആ സമയത്ത് ഉണ്ടാകേണ്ട ഒരു അച്ചടക്കം അത് ആ കുഞ്ഞിൻ്റെ ഭാഗത്തു നിന്നും കുട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ളത് ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ രക്ഷിതാക്കൾ ഉൾപ്പെടെ നമ്മൾ കാണുകയും ചെയ്യണം. അതുകൊണ്ട് നമുക്ക് ആ നിലയിലുള്ള ഒരു പരിശോധന നടത്താം. ഡോക്ടർ സൗമ്യ സരിൻ, ഒപ്പം ഹുസൈൻ തട്ടത്താഴത്ത് പൊതുപ്രവർത്തകൻ കൂടി ചേരുന്നുണ്ട്. ഡോക്ടർ സൗമ്യ, ഈ ദൃശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ വലിയൊരു ഞെട്ടലാണ് ഈ കുട്ടി ഉച്ചരിക്കുന്ന വാചകങ്ങൾ കേൾക്കുമ്പോൾ. ഒരു അധ്യാപകൻ, പഠിപ്പിക്കുന്ന അധ്യാപകൻ ഗുരുസ്ഥാനീയനായ ഗുരുവായ വ്യക്തിയോട് കൊലവിളിക്കുന്നു, പുറത്തേക്ക് ഇറങ്ങിയാൽ കാണിച്ചു തരാം, കൊല്ലുമെന്ന ഒരു ഭീഷണി. അത് നിസ്സാരമായ ഒരു കാര്യത്തിൻ്റെ പേരിലാണ്. താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് തോന്നുന്നത്? എനിക്ക് തോന്നുന്നത് ഈ ഒരു വിഷയം നമ്മൾ വളരെയധികം സൂക്ഷ്മമായിട്ട് അല്ലെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാരണം ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ അതിന് പക്ഷം ചേർന്ന് അഭിപ്രായങ്ങൾ വരും, അല്ലെ? ഇപ്പോൾ ഇന്നലെ ഞാൻ ഈ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ വരുന്ന ഏറ്റവും കൂടുതലായിട്ടുള്ള കമന്റുകൾ, കാരണം ഇങ്ങനെ ഈ ഒരു പ്രായത്തിലുള്ള ഒരു കുട്ടിയിൽ നിന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വാക്കുകളും പ്രവൃത്തിയുമാണ് അതിൽ നമ്മൾ കാണുന്നത്. അതിൽ യാതൊരു തർക്കവും ഇല്ല. ആ കുഞ്ഞ് ചെയ്തത് ശരിയാണെന്ന് ഒരിക്കലും നമുക്ക് പറയാനും സാധിക്കില്ല. വലിയൊരു പ്രശ്നം തന്നെയാണ്. പക്ഷേ ഇതിനൊരു വേറൊരു ഭാഗം കൂടി, അപ്പുറത്തെ വശം കൂടി, എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളതിന് വേറൊരു വശം കൂടി ഉണ്ടായിരിക്കും. അപ്പൊ അത് 2 ഭാഗവും കേട്ടിട്ട് വേണം തീരുമാനിക്കാൻ. കാരണം നമ്മളിപ്പോ പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത് വളരെ ചെറിയൊരു കൊച്ചു കുട്ടിയാണ്. അത് നമ്മൾ ആ കുട്ടിയുടെ പ്രായവും പക്വത കുറവും എല്ലാം നമ്മൾ പരിഗണിച്ചേ മതിയാവും. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്ന സമയത്ത് ഒരു വലിയൊരു മോബ് ജസ്റ്റിസ് ആണ് അവിടെ വരിക. അതായത് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഒരു ആൾക്കൂട്ടത്തിന്റെ നീതി, അല്ലെങ്കിൽ അവിടെ പലരും പറയുന്നത് കേട്ടു, പണ്ടത്തെ കാലത്ത് അടിച്ചു പഠിപ്പിച്ചിരുന്ന ഗുരുക്കന്മാരുണ്ടായിരുന്ന സമയത്ത് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോ
അധ്യാപകർക്ക് ശിക്ഷിക്കാനുള്ള ഒരു ഫ്രീഡം ഇല്ല. അതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. അതും ഒരു തരത്തിലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാദഗതിയല്ല. പലപ്പോഴും നമ്മൾ കാണാറുണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെ അധ്യാപകർ വളരെ ക്രൂരമായിട്ട് മർദ്ദിച്ചിട്ടുള്ള കേസുകളും നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? എത്രയോ കേസുകളുണ്ട്. അപ്പോൾ ഒരിക്കലും ഇതൊന്നും അല്ല അതിനുള്ള, അതായത് കുട്ടികളെ അടിക്കുക, ശിക്ഷിക്കുക, ശാരീരികമായിട്ട് പീഡിപ്പിക്കുക, ഇതൊന്നും അല്ല ഇതിനുള്ള പ്രതിവിധി. കാരണം ഇതൊക്കെ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പേ ചെയ്തിരുന്ന കാര്യങ്ങളാണ്. ഇപ്പോഴും നമ്മുടെ മനസ്സിലൊക്കെയുള്ള ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ ഡീൽ ചെയ്യുന്നത് ഇപ്പോഴും നമ്മുടെ പഴമയിലേക്ക് പോയിട്ടാണ്. അതായത് ആ കുട്ടിക്ക് ഒരു പക്ഷേ ഒരു വൈകാരിക നിമിഷത്തിൽ ഉണ്ടായ ഒരു പ്രതികരണം ആയിരിക്കാം. നാളെ അവന് അതുമൂലം മറ്റൊരു രീതിയിൽ അവന്റെ മനസ്സ് നൊന്തോ അല്ലെങ്കിൽ അവൻ മറ്റൊരു മാർഗത്തിലേക്ക് പോകരുത്. അവന് ഇതിൽ നിന്നും ഒരു ചിന്താശേഷി ഉണ്ടായി ഇനി ഒരിക്കലും ആവർത്തിക്കാത്ത രീതിയിൽ ഒരു നല്ല കുട്ടിയായി നാളെ കാണാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സെൻസിറ്റീവായ ഇഷ്യൂ ആണതല്ലേ? അതെ. അതിൽ ആ കുട്ടി പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്കുണ്ടായ മെന്റൽ ടോർച്ചർ എന്ന് പറയുന്ന ഒരു വാചകം നമ്മളത് ഒരിക്കലും കാണാതിരിക്കരുത്. കാരണം എന്താണ് ഇതിലേക്ക് നയിച്ച കാര്യങ്ങൾ? ഇതിപ്പോ അവസാനമായിട്ടുണ്ടായത് ഒരു ഫസ്റ്റ് ഉണ്ടായ ഒരു ഇൻസിഡന്റ് അല്ല, ഇതിന്റെ പുറകെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ന്യൂട്രൽ ആയിട്ട് ഇതിനെ കാണാൻ പറ്റുന്ന കുറച്ച് ആളുകൾ ഇരുന്ന് രണ്ട് സൈഡിലും സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി എന്തുകൊണ്ട് ആ കുട്ടി അങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതിന് ഇതിൽ തന്നെ നമുക്ക് മദ്യവും മയക്കുമരുന്നും കാര്യങ്ങളൊന്നും നമുക്ക് വിട്ടു നിൽക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള പങ്കുണ്ട്. കാര്യം ഇന്നത്തെ കുട്ടികൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതിന് അതിനൊക്കെ പങ്കുണ്ട്. അപ്പോൾ ഇത് പല 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 ഫാക്ടേഴ്സ് ഇതിൽ ഉണ്ട്. അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? കുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ വേറെ ഔട്ട്സൈഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സിന് എന്തെങ്കിലും ഇൻഫ്ലുവൻസസ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ വളരെ കുറെ കാര്യങ്ങൾ നോക്കി കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതർവൈസ് ഇത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് നമ്മളിങ്ങനെ ചർച്ച ചെയ്ത് ഈ പറയുന്ന ആൾക്കൂട്ട വിചാരണയ്ക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഒരു ചെറിയ കുട്ടിയാണ്. ചിലപ്പോൾ ഈ കുട്ടി ഇത് കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. നാളെ എന്തെങ്കിലും ഒരു കടുങ്കൈ പോലും ചെയ്തു പോയി കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും അതിന് പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ടതായിട്ട് വരും. സോ ഞാൻ പറയുന്നത് ഈ ഒരു വിഷയം വളരെ സെൻസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകൾ ഡീൽ ചെയ്യേണ്ട കാര്യമാണ്. വളരെ നൽകാൻ ശ്രമിക്കുന്നതും ഡോക്ടർ സൗമ്യ സെറിൻ, കാരണം ഒരു കുഞ്ഞ് പ്രായമാണ്. അതിന് നമുക്കറിയാം കൈവിട്ടു പോകുന്ന സമയം കാണുന്ന ഒരുപാട് ദൃശ്യങ്ങളൊക്കെ കുട്ടികളുമായി ബന്ധപ്പെട്ട് ഒരു നിമിഷ നേരം കൊണ്ട് അവർ വൈകാരികമായി പ്രതികരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നേരായ രീതിയിൽ കൊണ്ടുപോകുക, അതുപോലെ തന്നെ മറ്റൊരു വശം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ശ്രീ ഹുസൈൻ തട്ടത്താഴത്ത്, കാരണം അധ്യാപകർ ചെയ്ത കാര്യവും കടുത്ത വിമർശന വിധേയമാകുന്നുണ്ട്. കാരണം ഒരു കുട്ടിയാണ്, ഒരു പ്രായം കുറഞ്ഞ ഒരു കുട്ടിയെ ഉപദേശിച്ചാൽ കാര്യങ്ങൾ അത് തിരുത്താമെന്നിരിക്കെ അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഒരു ഗൗരവക്കുറവുണ്ടായി ഈ വിഷയത്തിൽ എന്ന് പറയുന്നവരുമുണ്ട്. ഈ വിഷയത്തെ ഏത് നിലയ്ക്കാണ് കാണേണ്ടത് ശ്രീ ഹുസൈൻ തട്ടത്താഴത്ത്? വളരെ വ്യക്തമായിട്ട് പറയാൻ കഴിയുന്ന ഒരു കാര്യം, ഇതൊരു ബാലാവകാശ ലംഘനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. കാരണം അതിലേക്ക് നയിച്ച കാര്യങ്ങളെല്ലാം അവിടെ നിൽക്കട്ടെ. നമ്മളെല്ലാ കുടുംബത്തിലും കുട്ടികളുണ്ട്, സമൂഹത്തിൽ കുട്ടികളുണ്ട്. ഈ കുട്ടി ഇത്തരത്തിലായി മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് അധ്യാപകരാണ്, അവന്റെ സുഹൃത്തുക്കളാണ്, അവന്റെ ചുറ്റുപാടാണ്. പക്ഷേ ഇവിടെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു വലിയൊരു ആക്രമണം തന്നെ നടത്തപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ നിയമസംഹിത പറയുന്നുണ്ട്, കുട്ടിയുടെ പേര്, വിലാസം, ഫോട്ടോ, കുടുംബ വിവരങ്ങൾ, സ്കൂൾ അയൽപ്പക്കങ്ങൾ, അല്ലെങ്കിൽ കുട്ടിയുടെ ഐഡന്റിറ്റി ഒഴിവാക്കുന്ന മറ്റെന്തെങ്കിലും വിശദാംശങ്ങൾ എന്നിവയൊന്നും ഒരു തരത്തിലും പരസ്യപ്പെടുത്താൻ പാടില്ല എന്ന് പറയുന്ന ഒരു നിയമമുള്ളിടത്താണ് ഇത് പരിപൂർണമായും സോഷ്യൽ മീഡിയയിലൂടെ വിചാരണ നടത്തി ചിലരെല്ലാം ഏറ്റവും വലിയ പണിഷ്മെന്റ് കൊടുക്കേണ്ടതാണ് എന്ന തലത്തിലേക്ക് എത്തുന്ന തരത്തിലേക്ക് ഇങ്ങനെ ഒരു സംഭവം എത്തിച്ചതിന്റെ ഉത്തരവാദിത്തം നമ്മുടെ അധ്യാപകർക്ക് തന്നെയാണ്. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ഒട്ടക്കിണറ്റിലെ തവളകളാണ് അധ്യാപകർ എന്ന്. എല്ലാ അധ്യാപകരും അല്ല കേട്ടോ, ചിലരൊക്കെ. പക്ഷെ അതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. കാരണം ഇത്തരത്തിൽ ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറയുന്നതിനെ അതിൻ്റെതായ രീതിയിൽ, കാരണം ഒരു കുട്ടിയാണ് പറയുന്നത്, അത് മനസ്സിലാക്കിയെടുത്തുകൊണ്ട് അതിനുതകുന്ന തരത്തിലുള്ള പ്രതിവിധി നൽകുന്നതിന് പകരം ഒരു സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചിഴക്കുന്ന രീതിയിൽ. പക്ഷേ ശ്രീ ഹുസൈൻ അക്കാര്യത്തിൽ പറയുമ്പോൾ ഈ അധ്യാപകരുമായിട്ടൊക്കെ അല്ലെങ്കിൽ ആ സ്കൂളുമായിട്ട് അവർ ഓപ്പണായിട്ട് അവർ പ്രതികരിക്കാൻ തയ്യാറായില്ലെങ്കിൽ കൂടി അവരൊക്കെ പറയുന്ന കുട്ടികളാണ്, എന്തും ചെയ്യുന്ന സമയമാണ്, പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തീർക്കുമെന്ന് പറഞ്ഞാൽ തീർത്തിരിക്കുമെന്നൊരു കുട്ടി പറയുമ്പോൾ ജുവനൈൽ കുറ്റകൃത്യങ്ങൾ ഒക്കെ കൂടുന്ന ഒരു സമയമായി അതിനെ കാണേണ്ടി വരും എന്ന ഒരു വശം കൂടി അവർ ഉയർത്തുന്ന ഒരു കൺസേൺ ആയിട്ട് അതിന് അടിസ്ഥാനമുണ്ടോ? അല്ല, ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അധ്യാപകർ എന്ന് പറഞ്ഞ ഒരു സമൂഹത്തിൽ ഫ്രീ ആയിട്ട് ജനങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരൊന്നുമല്ല. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് തലത്തിലാണെങ്കിലും വേറെ തലത്തിലാണെങ്കിലും നല്ല ശമ്പളം വാങ്ങി പണി ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്.
അവർക്ക് അവരുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ ഒഴിഞ്ഞു മാറാൻ വേണ്ടി ചെയ്തു പോയ തെറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ കുട്ടിയെ എന്തോ ഒരു ഭീകര വസ്തുവായി ചിത്രീകരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് കാണുന്നത്. അതിന് അവരുടേതായ രീതിയിൽ ഞാൻ ഏകദേശം ഈ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞാലും പാലക്കാട് ജില്ലയിൽ ഈ ഭാഗത്തൊക്കെ ഉള്ള ഒരാൾ തന്നെ ഞാൻ. പക്ഷേ ഇത്തരത്തിൽ ഹരാസ്മെന്റ് ചെയ്തുകൊണ്ട് ഇപ്പൊ നേരത്തെ നമ്മുടെ ഡോക്ടർ പറയുകയുണ്ടായി, സൗമ്യ പറയുകയുണ്ടായി, ഇതെല്ലാം ഇന്ന് കാണുക മാത്രമല്ല അവന്റെ ജീവിതകാലം മുഴുവൻ ഈ സോഷ്യൽ മീഡിയ വീഡിയോസുകളും അതിന്റെ ക്ലിപ്പുകളും ഇങ്ങനെ പ്രചരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മുടെ ചില വാർത്തകളെല്ലാം ഒരു 10, 15, 20 വർഷം കഴിഞ്ഞിട്ട് പിന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ലേ? അതിലെല്ലാം ഇത്തരത്തിൽ ഈ കുട്ടി പറഞ്ഞ വാക്കുകളെ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ അത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സമൂഹം എന്താണ് ഇതിനെ നോക്കിക്കാണുന്നത്? ഒരാൾ ഒരു കൊലപാതകം ചെയ്താൽ ആ കൊലപാതകത്തെ കുറിച്ച് ഒന്നും അന്വേഷിക്കണ്ട, അവൻ ഒറ്റയടിക്ക് വെടിവെച്ച് കൊല്ലൂ എന്ന് പറയുന്ന തലത്തിലേക്ക് സമൂഹം കാണേണ്ടതല്ലേ ഡോക്ടർ സൗമ്യ സരീന? ഒന്ന് കാര്യം, ഈ കുട്ടി നമുക്കറിയാം, നമ്മൾ തന്നെ മനക്കട്ടി അല്ലെങ്കിൽ കരുത്തുള്ള ആളുകളിൽ പോലും ഈ സോഷ്യൽ മീഡിയ വളഞ്ഞുള്ള ആക്രമണങ്ങൾ കാണുമ്പോൾ നമ്മൾ ദുർബലപ്പെട്ടു പോകും, സ്വയം ഉരുകുന്ന അവസ്ഥയിലേക്കൊക്കെ പോകും. അപ്പോൾ ഈ കുഞ്ഞിന് ഇതാണ് അവനോട് സമൂഹം പുലർത്തുന്ന കാഴ്ചപ്പാട്. കാരണം പബ്ലിക് ഒരു ഡൊമൈനിലേക്ക് ആ ദൃശ്യങ്ങൾ വന്നു കഴിഞ്ഞു. അപ്പോൾ ആ കുട്ടിയെ കാണുന്ന നമ്മുടെ കാഴ്ചപ്പാടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതേ സ്കൂളിൽ തന്നെ എനിക്ക് തുടർന്ന് പഠിക്കാൻ അവസരം തരണം, മാപ്പ് അപേക്ഷിക്കുകയാണ് ആ കുട്ടി. അപ്പോൾ അത് തീർച്ചയായും അത് മുഖവിലേക്ക് എടുക്കേണ്ടതല്ലേ? പിന്നെ മറുവശം ഞാനതാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത് അതാണ്. ഇതിനെ വിവിധ കോണുകളിലൂടെയാണ് നമ്മൾ ഈ വിഷയത്തെ കാണേണ്ടത്. ഇത് വൈകാരികമായി ഈ വിഷയത്തോട് പ്രതികരിക്കാൻ പാടില്ല. അതുകൊണ്ട് കാരണം അടുത്തിടെ പല സ്കൂളുകൾ കേന്ദ്രീകരിച്ചും അല്ലെങ്കിൽ സ്കൂളുകൾക്ക് മുൻവശം ജംഗ്ഷനുകളിലൊക്കെ കുട്ടികൾ കൂട്ടത്തോടുകൂടി തമ്മിലടിക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് തിരുത്തപ്പെടേണ്ടതുമാണ്. ആ തിരുത്തപ്പെടേണ്ട ആളുകൾ കുറച്ചുകൂടി അവധാനത ഈ വിഷയത്തിൽ കാട്ടണമായിരുന്നു. അങ്ങനെ വിവിധ വശങ്ങൾ കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ സൗമ്യ? പൂർണ്ണമായും ഞാൻ അതിനോട് യോജിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, സോഷ്യൽ മീഡിയ അല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിഹരിക്കാനുള്ള പ്ലാറ്റ്ഫോം എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഈ പറയുന്ന വീഡിയോ ഇത് അധ്യാപകരുടെ ഭാഗത്തു നിന്നാണോ പോയത് എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ അതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇത് അപ്ലോഡ് ചെയ്യപ്പെട്ടത് ആദ്യമായിട്ട് എവിടെ നിന്നാണ് എന്നൊക്കെ ഇന്ന് സൈബർ ടീമിന് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ഇത് അധ്യാപകരുടെ ഭാഗത്തു നിന്നാണ് പോയിട്ടുള്ളതെങ്കിൽ അത് വലിയൊരു തരം കുറ്റകൃത്യം തന്നെയാണ്. കാരണം ഇപ്പൊ മുന്നേ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇത് ഇട്ടത് കൊണ്ട് നമ്മൾ എന്താണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? നമ്മ ആ ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ രക്ഷകർത്താവ്, PTA ഇവർക്കൊക്കെ എന്താണ് ആവശ്യം? ഒരു കുഞ്ഞ്, ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ, ഒരു വീട് എന്ന് പറയുമ്പോൾ കുട്ടികൾ ചിലപ്പോൾ കുറ്റകൃത്യങ്ങൾ ചെയ്തേക്കാം, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് പിഴവുകൾ വന്നേക്കാം. പക്ഷെ അതിൽ നിന്നെല്ലാം അവരെ ഒന്ന് റിഫൈൻ ചെയ്ത് അത് തെറ്റ് തിരുത്തി അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് അവരെ നല്ല വഴിക്ക് നയിക്കേണ്ടവരാണ്. അത് അധ്യാപകർ മാത്രമല്ല, രക്ഷകർത്താക്കളും സമൂഹവും എല്ലാവരും. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബോഡികൾ അവിടെയുണ്ട്. അവിടെ ടീച്ചേഴ്സിന്റെ ഒരു സംഘടന ഉണ്ടായിരിക്കും, PTA ഉണ്ടായിരിക്കും, രക്ഷകർത്താക്കൾ ഉണ്ടായിരിക്കും. ഇവരെല്ലാം കൂട്ടി ഇതിനെങ്ങനെ ഈ കുഞ്ഞിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം എന്നുള്ള ഒരു കാര്യം. അത് മാത്രമല്ല, എന്താണ് ഈ സംഭവം പൂർണ്ണമായിട്ട് എന്താണ് ഉണ്ടായത് എന്നുകൂടി ഒരു വിശകലനം ചെയ്ത് അതിനൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനൊരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഫലം ഉണ്ടാക്കുകയല്ലേ നമ്മൾ വേണ്ടത്. ആ കുഞ്ഞിനെ നമ്മൾ നോർമലായി, ഇപ്പൊ അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയെങ്കിൽ തന്നെ ആ കുഞ്ഞിനെ നോർമലായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനുള്ള ബാധ്യത അവിടെയുള്ള എല്ലാവർക്കും ഇല്ലേ? പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇതിട്ടതിലൂടെ എന്താ ഉണ്ടായത്? ഇപ്പൊ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഡിജിറ്റൽ ഫിംഗർ പ്രിന്റ്സ് എന്ന് പറയും. ഇതിന് എത്ര കാലമായാലും ഇതിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. ഇത് എവിടെ സംഭവിച്ചു എന്നോ എപ്പോ എന്നോ ആരും നോക്കില്ല. ഇതിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. അപ്പോ ഇതിന്റെ ആ ഒരു കളങ്കം കാലാകാലത്തോളം ഇവിടെ തന്നെ കിടക്കും. ഇനിയിപ്പോ അതൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇനി അത് കുട്ടിയുടെ ഭാഗത്താണ് പൂർണ്ണമായി തെറ്റ് എന്നുണ്ടെങ്കിൽ പോലും ഒരിക്കലും അത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഒരു ചർച്ചാ വിഷയമാക്കുകയല്ല വേണ്ടത്. അത് ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് ആരാണ് ഇട്ടതെന്ന് ഇപ്പോഴും അറിയില്ല. ഞാൻ അത് ഒരിക്കൽ കൂടി പറയുകയാണ്. തിരികെ എത്താം, ചർച്ചയിലേക്ക് തിരികെ. ശ്രീ ഹുസൈൻ തട്ടത്താഴത്ത്, നമ്മൾ ഈ ചർച്ചയ്ക്ക് ക്യാപ്ഷൻ തന്നെ കുട്ടിക്കളിയല്ല എന്നാണ് പറയുന്നത്. കാരണം അത് പല വശങ്ങളുണ്ട്. കുട്ടിക്കളിയല്ല, അത് അധ്യാപകരും ആ നിലയ്ക്ക് ഈ വിഷയത്തിൽ കാണേണ്ടതാണ്. ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. നമുക്കറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ഗുരുമുഖത്താണ്, സ്കൂളിലാണ്. വീട്ടിൽ വളരെ ചുരുക്കം മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അധ്യാപകരാണ് ഈ കുട്ടികളുടെ അല്ലെങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിൽ അവരുടെ സാമൂഹ്യ പശ്ചാത്തലം പോലും പരിശോധിക്കുകയും എന്തുകൊണ്ടാണ് അവനിങ്ങനെ പെരുമാറിയത് എന്നടക്കം പരിശോധിച്ച് നേർവഴിക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അവിടെ ഒരു സെൻസ്, വളരെ വൈകാരികമായ ഒരു നിലപാട് അധ്യാപകരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ലായിരുന്നു. പക്ഷേ നമുക്കിതിനെ കൈകാര്യം ചെയ്യുകയും വേണമായിരുന്നു. അപ്പോൾ എവിടെയൊക്കെ പിഴവ് പറ്റിയിട്ടുണ്ട്, അത് തിരുത്തേണ്ടത് എങ്ങനെയാണ് ശ്രീ ഹുസൈൻ തട്ടത്താഴത്ത്? ഇതിൽ നമ്മളെ ഈ വിഷയത്തിൽ വെച്ച് തന്നെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. നേരത്തെ ഡോക്ടർ സൗമ്യ സരീൻ പറഞ്ഞൊരു കാര്യം, എന്നെ എത്രയും അധികം ഹരാസ്മെന്റ് ചെയ്തു, അത് എനിക്ക് അത്രയും അധികം ബുദ്ധിമുട്ടുണ്ടാക്കി,
എന്നെല്ലാം പറഞ്ഞതിന് ശേഷമാണ് ഈ കുട്ടി ഇത്തരത്തിലൊരു പ്രതികരണം നടത്തുന്നത്. ആ പ്രതികരണത്തിന്റെ ഉൾവശങ്ങളും അതിന്റെ പിന്നാമ്പുറങ്ങളും എല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ടത് ആ സ്കൂളിന്റെ അകത്തെ സ്റ്റാഫും PTA-യും രക്ഷിതാക്കളും തമ്മിലാണ്. അത് ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു സോഷ്യൽ മീഡിയ വിചാരണയിലേക്ക് എത്തിക്കാൻ പാടില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. കാരണം അത് പലതരത്തിലും ആൾക്കാർ ഇപ്പൊ ഞാൻ ഇന്നലെ ഇങ്ങനെ ഒരു വിഷയം കേട്ടപ്പോ തന്നെ അതിനെതിരെ ഇത്തരം ഒരു പ്രചരണം അത് അസഹനീയമാണ്, ആ കുട്ടിയോട് ചെയ്യുന്ന തെറ്റാണ് എന്ന് പറഞ്ഞപ്പോ എന്നെ സോഷ്യൽ മീഡിയയിൽ ആക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതേ സമയം വരുമ്പോഴും എനിക്കിങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുക. കാരണം ഇനി എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ളവരെ ഇനി എങ്ങനെ മാറ്റണം? അപ്പോഴാണ് ഇപ്പോൾ നമ്മളെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള റിപ്പോർട്ടായിട്ട് വരുന്നത് ഈ കുട്ടി മാനസാന്തരപ്പെട്ടു എന്നും ആ കുട്ടി ചെയ്ത തെറ്റ് മനസ്സിലാക്കിയെന്നും അതിന്റെ പേരിൽ അവൻ മാപ്പ് പറഞ്ഞു, ഇനി അങ്ങനെ സംഭവിക്കില്ല എന്നും പറയുന്നു. അപ്പോൾ ഈ നമ്മൾ ചെയ്തു വച്ച ഈ തെറ്റ്, ഈ ബാലാവകാശ നിയമ ലംഘനം, അതിന് ഇനി നമുക്ക് എന്താണ് മറുപടി ഉള്ളത്? അവിടെയാണ് നമ്മൾ ചർച്ച എത്തേണ്ടത്. കാരണം നമ്മൾ എന്തെങ്കിലും കേൾക്കുമ്പോഴത്തേന് ഒരൊറ്റ വെടിക്ക് കഥ തീർക്കേണ്ട, ഒരൊറ്റ വെടിക്ക് വെടിവെച്ചുകൊണ്ട് അത് ചെയ്ത ആളെ തീർക്കുമ്പോൾ അതിന് പിന്നിൽ എന്തൊക്കെ ഉണ്ട് എന്ന് അന്വേഷിക്കാനുള്ള മനസ്സില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ നിയമവും കാഴ്ചപ്പാടും ചുറ്റുപാടുകളും? നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട് ഇതിൽ കൂടെ. കാരണം എന്ത് കേൾക്കുമ്പോഴും അറിയുമ്പോഴും അതിന് മറ്റൊരു വശം ഉണ്ടായിരിക്കുമെന്ന് ചിന്തിക്കാൻ മനസ്സില്ലാത്തവരുടെ ഒരു കൂട്ടമായിട്ട് നമ്മുടെ മലയാളികളും ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന നമ്മുടെ വശങ്ങൾ ഈ സംഭവത്തിൽ ഉണ്ട് എന്നുള്ളത്. അവസാനമായി സൗമ്യ സുരൻ, മാതാപിതാക്കൾ കൂടി ശ്രദ്ധിക്കേണ്ട കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. അതെ, അത് മാതാപിതാക്കൾ, ഞാൻ പറഞ്ഞല്ലോ, ഒരു കുഞ്ഞിനെ വളർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ഞാനൊരു കൗമാരപ്രായക്കാരിയായിട്ടുള്ള 12 വയസ്സുകാരിയുടെ അമ്മയാണ്. അപ്പോൾ എനിക്കറിയാം എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. കാര്യം പലരും പറഞ്ഞു കേൾക്കാറുണ്ട്, നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, ഇപ്പോഴത്തെ കുട്ടികൾ എന്താ ഇങ്ങനെ എന്ന് പറഞ്ഞ് പലരും പരിവേദനം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാനൊരു കുട്ടികളുടെ ഡോക്ടർ എന്നുള്ള രീതിയിലും ഒരു അമ്മ എന്നുള്ള രീതിയിലും ഞാൻ പറയുന്നത്, നമ്മൾ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന അതേ കാലഘട്ടത്തിലൂടെ അല്ല അവർ ഇപ്പൊ പോകുന്നത്. നമ്മൾ അതുകൊണ്ട് തന്നെ ഈ പഴയ കാലം വെച്ച് കമ്പയർ ചെയ്തിട്ട് ഒരു കാര്യമില്ല. അന്ന് നമുക്ക് സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ല, അന്ന് നമ്മുടെ കയ്യിലൊന്നും ഇത്രയും ഇന്റർനെറ്റ് ഉണ്ടായിരുന്നില്ല, നമുക്ക് അതിനുള്ള ഓപ്ഷൻസ് ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ടൊക്കെ നമ്മൾ ഈ സോ കോൾഡ് വളരെ ഒബീഡിയന്റ് ആയിട്ടുള്ള അനുസരണയുള്ള നല്ല കുട്ടികളായിരുന്നു എന്ന് നമുക്ക് അവകാശപ്പെടാം. പക്ഷെ ഇന്നത്തെ കുട്ടികൾ അതല്ല അവസ്ഥ. അവരുടെ ചുറ്റുപാടുകൾ വ്യത്യാസപ്പെട്ടു, അവർ കാണുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ എല്ലാം വ്യത്യാസപ്പെട്ടു. അപ്പൊ അതിനനുസരിച്ചിട്ട് ഞാൻ എപ്പോഴും മാതാപിതാക്കളോട് പറയുന്നതാണ്, നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിലേക്കുള്ള മാതാപിതാക്കളായിട്ടാണ് വളരേണ്ടത്. നമ്മളാണ് വളരേണ്ടത്, കുട്ടികളല്ല. അതേ പറഞ്ഞ പോലെ തന്നെ അധ്യാപന രീതിയിലും മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. അധ്യാപകരും ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച്, ഇന്നത്തെ കുട്ടികളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് കുറച്ചുകൂടി മാറേണ്ടതായിട്ടുണ്ട്. ഒരിക്കലും ഇതിൽ നിന്നുള്ള പ്രതിവിധി എന്ന് പറയുന്നത് പണ്ടത്തെ കാലഘട്ടത്തിലേക്ക് തിരിച്ചുപോയി കുട്ടികളെ അടിക്കുകയും തൊഴിക്കുകയും ചെയ്യുന്നതൊന്നും അല്ല. അതെല്ലാവരും മനസ്സിലാക്കുക. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഈ കുട്ടി ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന കാര്യങ്ങൾ ഇനി നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ എങ്കിൽ പോലും ആ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുക, എന്താണ് അവന് സംഭവിച്ചത് എന്നുള്ളത് സഹാനുഭൂതിയോടുകൂടി ഇരുന്ന് കേൾക്കുക, രണ്ടു വശവും കേൾക്കുക, നല്ല രീതിയിൽ ആ ഒരു കാര്യം ഡീൽ ചെയ്യുക. അതാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളൂ. ഒരിക്കലും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ ഒറ്റപ്പെടുത്തരുത്. അത് അവരോട് ചെയ്യുന്ന ഹുസൈൻ തട്ടത്താഴത്ത് ഈ കുഞ്ഞിനെ ആ കണ്ണുകളോടുകൂടി സമൂഹം കാണാതിരിക്കുക. കാരണം അതിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കുറിക്കപ്പെടുന്ന ചില വരികളുണ്ട്, അതൊന്ന് വായിക്കുക. ഈ കുട്ടിയിലുമുണ്ട് കുട്ടിത്തം, അവനെ ഒന്ന് മാറ്റിയിരുത്തി അവന് ഇഷ്ടമുള്ള മറ്റൊരു അധ്യാപകനെ കൊണ്ടൊന്നുള്ളിൽ തൊട്ടാൽ മതിയായിരുന്നു, ഒന്ന് അല്ലെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അവനും അസ്വസ്ഥത നീങ്ങി തെളിഞ്ഞേനെ. ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയ ഒരാളെ ആ നിമിഷം കാണുമ്പോൾ എന്ന പോലെ ഒന്ന് തൊട്ടിരുന്നെങ്കിൽ സ്വയം ബോംബായി പൊട്ടിത്തെറിക്കാതെ അവനെ കാക്കാമായിരുന്നു. ഇവനി അവനെ നിങ്ങൾ എങ്ങനെ കാണും, ഏത് രീതിയിൽ കാണുമെന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ കണ്ടു. അത് വായിച്ചെന്നേ ഉള്ളൂ. എന്തായാലും നമ്മുടെ മനസ്ഥിതി മാറട്ടെ. കുട്ടികൾ ഇത്തരത്തിലുള്ള തെറ്റാവർത്തിക്കാതിരിക്കാൻ ഗൗരവമേറിയ ഇടപെടലും നമ്മുടെ ഭാഗത്തു നിന്നും ന്യായമായ രീതിയിൽ ഉണ്ടാകട്ടെ. വളരെയധികം നന്ദി ഹുസൈൻ തൊട്ടത്താഴത്തൊപ്പം സൗമ്യ സെരിൻ പ്രതികരണങ്ങൾ നടത്തിയതിന്.